തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം അഴിയൂ. കാലമെല്ലാം കഴിയൂ, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും, തീർന്നു പോകും, നശിച്ചു പോകും. എന്നാൽ പിന്നെ ഒരു പുതിയ യുഗം വിരിയും, നാമോ തിരികെ വരാത്ത നിത്യതയിലേക്ക് നാം മറഞ്ഞു പോവുകയും ചെയ്യും. കാലമെല്ലാം കഴിയും. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ തീർന്നു പോകുന്ന കാലത്ത് ജീവിക്കുന്ന, കാലത്തിൻ്റെ ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ ജീവിക്കുന്ന നാം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. നമ്മുടെ നിത്യജീവന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം. ഈ ലോക ജീവിതത്തിൽ നമ്മെ വേട്ടയാടുന്ന പാപങ്ങളിൽ നിന്നും, നമ്മെ വേട്ടയാടി പിടിക്കുന്ന ശാപങ്ങളിൽ നിന്നും, നമ്മെ വേട്ടയാടുന്ന ദുരിതങ്ങളിൽ നിന്നും, നമ്മെ വേട്ടയാടി നമ്മുടെ പിന്നാലെ വരുന്നതായ സകലവിധമായ തിന്മകളിൽ നിന്നും നാം മോചനം പ്രാപിക്കണം. ഇവിടെ വെച്ച് തന്നെ ലംഘനങ്ങൾ ക്ഷമിച്ചു കിട്ടണം. ഇവിടെ വെച്ച് തന്നെ പാപങ്ങൾ മോചിച്ച് കിട്ടണം. ഈ ഭൂമിയിൽ നാം ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നിത്യ ജീവൻ്റെ അവകാശം നാം പ്രാപിക്കണം. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നത്രേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് നിത്യ സ്വർഗത്തിലെത്തുന്നതിന് ഇവിടെ വെച്ച് തന്നെ നാം ഒരുങ്ങണം. നമ്മെ പല പല തിന്മകൾ വേട്ടയാടുന്നുണ്ട്, നമ്മെ ദോഷങ്ങൾ വേട്ടയാടുന്നുണ്ട്, നമ്മെ ശാപങ്ങൾ വേട്ടയാടുന്നുണ്ട്, നമ്മെ ഓരോരുത്തരെയും പാപങ്ങൾ വേട്ടയാടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേട്ടയാടുന്ന സകലത്തിൽ നിന്നും മോചനം പ്രാപിച്ച് ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പ്രിയമക്കളായി ജീവിപ്പാൻ നമുക്കിവിടെ വെച്ച് സാധിക്കണം. തിരുവചനം പറയുന്നു, 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് ദൈവസന്നിധിയിൽ യാചനയോടെ പ്രാർത്ഥിക്കുന്ന, വളരെ ഉള്ളുനൊന്തി യാചിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. 7-ാം സങ്കീർത്തനം 1-ാം വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല അവൻ നിത്യനരകത്തിലേക്ക് പോകുന്നത്, പാപത്തെ ഓർത്ത് അനുതപിക്കാത്തത് കൊണ്ടാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന, ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപികളാണ്. കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോഴും, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോഴും ഇതേ കാര്യം നാം ആവർത്തിച്ച് കാണുകയാണ്. 14-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലും 53-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് നാം കാണുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. സഹോദരങ്ങളെ, മനുഷ്യൻ അവനവന് തന്നെ ദോഷം വരുത്തുകയാണെന്നറിയാതെ അവൻ്റെ ജീവിതത്തിൽ കേടുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും കെടുതികളും അവൻ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണെന്നറിയാതെ പാപത്തിലേക്ക് ആണ്ടുപോവുകയും പാപത്തിൻ്റെ അടിമത്വത്തിൽ ബന്ധിക്കപ്പെടുകയും ചെയ്തു പോവുകയാണ്. പാപമോചനം പ്രാപിക്കുന്നതാണ് ഭാഗ്യം. അത് ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നാം പാപമോചനം പ്രാപിക്കേണ്ടതാണ്. ദാവീദ് നോക്കിയപ്പോൾ ദാവീദിനെ വേട്ടയാടുന്ന അനേകം കാര്യങ്ങൾ ദാവീദ് കാണുകയാണ്. ദാവീദിനെ വേട്ടയാടുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വിശദമായി ചിന്തിക്കേണ്ട വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. ഇന്ന് ഈ അല്പനേരം കൊണ്ട് അത് ചിന്തിച്ച് തീരുകയില്ല. എന്നാലോ ചില കാര്യങ്ങൾ നോക്കിപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് പര്യാലോചിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമേറിയ പാപബോധവും കുറ്റബോധവും നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ നമുക്കിപ്പോൾ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. ദാവീദിനെ വേട്ടയാടുന്ന പലതും ഉണ്ടായിരുന്നു. എന്നെ വേട്ടയാടുന്നത് എന്തെല്ലാമാണ്? എന്നെ എന്തെല്ലാമാണ് പിന്തുടരുന്നത്? ഞാൻ എവിടെ മറഞ്ഞിരുന്നാലും എവിടെ ഒളിച്ചിരുന്നാലും എന്നെ പിടികൂടാൻ എൻ്റെ പിന്നാലെ വരുന്നത് എന്തെല്ലാമാണ്? ദാവീദിനെ എന്തെല്ലാമാണ് വേട്ടയാടിയത്? ദാവീദ് ദൈവസന്നിധിയിൽ അഭയയാചന ചെയ്തുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ. വിമോചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ദാഹം, പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ഭീകരമായ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള അഗാധമായ ദാഹം, അതാണ് ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയിൽ അനുരണനം ചെയ്യുന്നത്, ഈ പ്രാർത്ഥനയിൽ മാറ്റൊലിക്കൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരെയും വലയം ചെയ്യുന്ന പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നശിപ്പിക്കുന്ന പൈശാചികൻ്റെ ഘോരമായ ആക്രമണങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, ദാഹിച്ചിട്ടുണ്ടോ? ഭക്തന്മാർ പാടി, പിതാക്കന്മാർ പാടി, കർത്താവേ, എൻ്റെ ദുരിതം നീ ഒന്ന് നോക്കണമേ. പലതരത്തിലുള്ളതായ ദോഷങ്ങൾ ഞാൻ ചെയ്തു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ കോപിപ്പിച്ചു, ഞാൻ നിന്നെ വ്യസനിപ്പിച്ചു, ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു. എൻ്റെ നാഥ, എൻ്റെ ജീവിതം ഇതാ അപകടകരമായ സ്ഥിതിയിലായി. ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ആന്തരാത്മാവിൽ വ്രണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ അകത്ത് വ്രണം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നു. മാരകമായ ആത്മാവിൻ്റെ രോഗം എന്നെ ഗ്രസിച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ വ്രണങ്ങൾ പൊറുക്കുവാൻ ഞാൻ പലയിടങ്ങളിൽ പോയി നോക്കി, പലതും ചെയ്തു നോക്കി, പലരെയും സമീപിച്ചു നോക്കി. വൈദ്യന്മാർക്ക് എൻ്റെ ആന്തരിക വ്രണം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ പാപം മൂലം, എൻ്റെ ദോഷങ്ങൾ മൂലം എൻ്റെ മേൽ വന്ന് ആഞ്ഞടിച്ചതായ അനിവാര്യമായ ദൂഷിത ഫലങ്ങൾ എന്നെ നശിപ്പിക്കുകയായിരുന്നു. എൻ്റെ നാഥ, ഇന്ന് ഞാൻ സത്യം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിലേക്ക് വരികയാണ്. നീയാണ് നല്ല വൈദ്യൻ, നീയാണ് ഉത്തമ വൈദ്യൻ, നീയാണ് സകല രോഗത്തിനും സകല ശാപത്തിനും സകല പാപത്തിനും വിമോചനം തരുവാൻ, പരിഹാരം തരുവാൻ കഴിവുള്ള ഉത്തമ വൈദ്യൻ. നാഥ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ആശ്രയം തേടി വരികയാണ്. ഇങ്ങനെയാണ് പിതാക്കന്മാർ പാടിയത്, പ്രാർത്ഥിച്ചത്. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി
അവരൗഷധമെല്ലാം ചെയ്തില്ലൊരു ഗുണവും എൻ വ്രണമോ കഠിനവും നൽവൈദ്യാതിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. ഉടയവനെ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സുഖം തേടി വരികയാണ്. ഞാൻ ആശ്വാസം അന്വേഷിച്ച് വരികയാണ്. ഞാൻ സൗഖ്യം അന്വേഷിച്ച് വരികയാണ്. പലതര ദോഷം ഞാൻ ചെയ്തു, ഞാൻ നിന്നെ കോപിപ്പിച്ചു. എനിക്ക് ശരണം മറ്റൊരിടത്തും ഇല്ല കർത്താവേ. നല്ല വൈദ്യനായുള്ളവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. എൻ്റെ പാപം ക്ഷമിച്ചില്ലെങ്കിൽ, എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടില്ലെങ്കിൽ, എൻ്റെ പാപം മോചിച്ചില്ലെങ്കിൽ ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകുമെന്ന് ഞാൻ അറിയുന്നു. നിത്യശൂന്യങ്ങളിലേക്ക്, നിത്യയാതനയിലേക്ക് ഞാൻ പോകുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു കർത്താവേ. എൻ്റെ പാപത്തിൽ ഞാൻ ചാകാൻ നീ എന്നെ വിടല്ലേ. എൻ്റെ പാപം ക്ഷമിക്കപ്പെടാതെ കടന്നു പോകാൻ നീ എനിക്ക് ഇടവരുത്തല്ലേ കർത്താവേ. എൻ്റെ പാപം അത് മോചിച്ച് കിട്ടിയില്ലെങ്കിൽ നിത്യമായ നരക തീപ്പൊയ്കയിലേക്ക് ഞാൻ പോകുമല്ലോ. നിത്യത ശൂന്യമായി പോകുമല്ലോ. നിത്യത ഘോര ദുരിതമായി, നിത്യദണ്ഡനമായി മാറുമല്ലോ. ഇറ്റേണൽ ടോർച്ചർ. കർത്താവേ, അതിനെനിക്ക് ഇടവരല്ലേ. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ അജമോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കുന്നില്ല. ശമോൻ തൻ ഭവനെ വന്ന പാവി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. ശമോൻ തൻ ഭവനെ വന്ന പാവി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. സ്നേഹിതരെ, ശീമോൻ്റെ വീട്ടിൽ, പരീശപ്രമാണിയായ ശീമോൻ്റെ വീട്ടിൽ, നയീൻ പട്ടണത്തിലെ ആ ഉന്നത സൗധത്തിൽ വിരുന്നിനിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് ഏങ്ങലടിച്ച് കരഞ്ഞ ആ പാവിനിയായ സ്ത്രീയുടെ ഇരുതുള്ളി കണ്ണീര് കണ്ട് അവളുടെ പാപം മോചിച്ചു കൊടുത്ത കരുണയുള്ള കർത്താവേ, ഞാനിതാ അനുതാപത്തിൻ്റെ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ആശ്രയം തേടി, പരിഹാരം തേടി, നാഥ, അനുശയ വിവശതയോടെ ഞാനിതാ വരുന്നു. പശ്ചാത്താപത്തോടെ ഞാനിതാ വരുന്നു. അനുതാപത്തോടെ ഞാനിതാ വരുന്നു. കർത്താവേ, 2 തുള്ളി കണ്ണീര് പൊഴിക്കാനേ എൻ്റെ കയ്യിലുള്ളൂ. കാളക്കിടാവിനെ യാഗമർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. നാഥ, ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചെറു ചങ്ങാലിയെപ്പോലുമോ യാഗം കഴിക്കാൻ എൻ്റെ കയ്യിലില്ല. കർത്താവേ, ഞാനിതാ തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസാക്ഷിയോടെ, കുറ്റം യഥാർത്ഥമായ ബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട്, പാപബോധത്തോടെ ഞാനിതാ വരുന്നു. അനുതാപത്തോടെ വരുന്നു. എനിക്ക് മോചനം തരണമേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന സകലരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മെ വേട്ടയാടുന്ന പലതുമുണ്ട്. നമുക്ക് തന്നെ നാശം വരുത്തി, നാം തന്നെ നമുക്ക് നാശം വരുത്തി വയ്ക്കുന്ന പലതുമുണ്ട്. നാം തന്നെയാണ് ഉത്തരവാദികൾ. എനിക്ക് ദോഷം ഞാൻ തന്നെ വരുത്തി വയ്ക്കുന്നു. എനിക്ക് അപകടം ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തുന്നു. ഞാനൊരു സംഭവം പണ്ട് വായിച്ചു പത്രത്തിൽ. അതങ്ങ് സൗത്ത് ആഫ്രിക്കയിലാണ്. അവിടെ ഒരു കാഴ്ച ബംഗ്ലാവുണ്ട്. എല്ലാത്തരം വന്യജീവികളും അവിടെയുണ്ട്. ആ കാഴ്ച ബംഗ്ലാവിൽ അവിടെ ഒരു പാമ്പിനെ കിട്ടി. പാമ്പുകൾ പലതുമുണ്ട് കാഴ്ച ബംഗ്ലാവിൽ. പക്ഷേ ഈ പാമ്പിനെ കാണാൻ
ബഹുജനങ്ങൾ തിക്കും തിരക്കുമായി വന്നു. കാരണം ആ പാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 2 തലയുള്ള പാമ്പാണ്. 2 തല, 2 കഴുത്ത്, ഒരു ഉടല്. ആ പാമ്പ് ഒരു വിചിത്ര ജീവിയായിരുന്നു. അങ്ങനെയുള്ള പാമ്പുകൾ വേറെയും ലോകത്ത് പലയിടത്തും ഉണ്ട് എന്ന് പിൽക്കാലത്ത് ഞാൻ വായിക്കുകയുണ്ടായി. 2 തലയുള്ള പാമ്പ്. ആ പാമ്പ് അതിനെ സൗത്ത് ആഫ്രിക്കയിലെ വനപ്രദേശങ്ങളിൽ നിന്ന് എവിടെ നിന്നോ കിട്ടി. അതിനെ ആ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവന്നു. അതിനെ ശുശ്രൂഷിക്കുവാനും അതിന് ഭക്ഷണം കൊടുക്കുവാനും അതിനെ പോറ്റുവാനും ഒരു നല്ല ജന്തു ശാസ്ത്രം അറിയാവുന്ന നല്ല ശാസ്ത്രബോധമുള്ള ഒരാളെ നിയമിച്ചാക്കി. അയാൾ അതിന് ആഹാരം കൊടുക്കും, അയാൾ അതിനെ പരിചരിക്കും, ആ പാമ്പിന് കൊടുക്കേണ്ടതെല്ലാം വേണ്ട സമയത്ത് കൊടുക്കും. മറ്റേ ജീവികൾ ആക്രമിക്കാതെ പ്രത്യേക കൂടിനകത്ത് അതിനെ ആക്കി. പ്രിയപ്പെട്ടവരെ, പാമ്പിനെ കാണാൻ ജനങ്ങളിങ്ങനെ തുരിതുരാ വരികയായി. നടന്ന സംഭവമായിട്ട് നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ ഒരു ചുറ്റുവട്ടത്തിനകത്ത് ഒരിക്കൽ ഞാൻ വായിച്ചതാണ്, കണ്ടതാണ്. നിങ്ങളും പക്ഷേ ഓർക്കുമായിരിക്കും. ഈ പാമ്പ് ഒരു ദിവസം അതിന് ഭക്ഷണം കിട്ടാനുള്ള സമയം വൈകിപ്പോയി. വിശപ്പ് കയറി. പാമ്പിൻ്റെ സൂക്ഷിപ്പുകാരൻ വരാൻ അല്പം താമസിച്ചു, ഭക്ഷണവും കൊണ്ടുവരാൻ താമസിച്ചു. ഉടനെ വിശപ്പ് ഭ്രാന്ത് പിടിച്ച് പാമ്പിൻ്റെ ആ ഒരു തല മറ്റേ തലയെ വിഴുങ്ങാൻ തുടങ്ങി. ഒരു തല മറ്റേ തലയെ വിഴുങ്ങുകയാണ്. എന്തൊരു അത്ഭുതകരമായ കാര്യം! ഒരു തല മറ്റേ തലയെ വിഴുങ്ങുന്നു. കുറേ വിഴുങ്ങി. അപ്പോഴേക്കും ഈ പാമ്പിനെ നോക്കുന്നയാൾ ഓടി വന്നു. തട്ടിയും മുട്ടിയും ഒച്ച വെച്ചും എല്ലാം ആ തലയെ രക്ഷിച്ചു. പക്ഷേ അതിന് ചില പരിക്ക് പറ്റിയിരുന്നു ആ തലയ്ക്ക്. ഏതാനും ദിവസത്തെ ശുശ്രൂഷ കൊണ്ട് ആ പരിക്കെല്ലാം ഉണങ്ങി, കുഴപ്പമില്ല. പക്ഷേ പാമ്പല്ലേ, അതിന് പകയുണ്ടായിരുന്നു. ഈ മുറിവ് പറ്റിയ തല വിഴുങ്ങിയ തലയോട് പക വെച്ചുകൊണ്ടിരുന്നു. ഉഗ്രവിഷമുള്ള പാമ്പാണ്. വിഴുങ്ങിയ തലയോടുള്ള പക ഒരു ദിവസം ഈ സൂക്ഷിപ്പുകാരൻ നോക്കി നിൽക്കെ ആ പകയോടെ ഈ മുറിവ് പറ്റിയ തല വിഴുങ്ങിയ തലയെ ആഞ്ഞു കൊത്തി. സംഭവിക്കേണ്ടത് സംഭവിച്ചു. എന്താണ്? ആ വിഴുങ്ങിയ തലയ്ക്ക് കൊത്തുകൊണ്ടു, അത് ചത്തു. പക്ഷേ പ്രതീക്ഷിക്കാത്ത മറ്റൊന്നുകൂടി സംഭവിച്ചു. ആ കൊത്തുകൊണ്ട തലയിൽ നിന്ന് വിഷം കഴുത്തിലൂടെ ഉടലിലേക്ക് വന്നു. ആ വിഷം ഇങ്ങേ കഴുത്തിലൂടെ ഈ കൊത്തിയ തലയിലേക്ക് പാഞ്ഞു. കൊത്തിയ തലയും ചത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഭവമാണ്. ആ സംഭവത്തിന് വേറെ പ്രസക്തിയുള്ളത് കൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം നാം അറിയുക, നാം ചെയ്യുന്ന ഓരോന്നിനും തിരിച്ചടികളുണ്ട് എന്നറിയുക. നന്മയ്ക്കുമുണ്ട് നന്മയുടെ പ്രതിഫലങ്ങൾ, തിന്മയ്ക്കുമുണ്ട് തിന്മയുടെ പ്രതിഫലങ്ങൾ. മധുരമായ വാക്ക് നിങ്ങൾ കൊടുക്കൂ, നിങ്ങൾക്ക് മധുരമായ വാക്കുകൾ കിട്ടും. സ്നേഹോഷ്മളമായ പെരുമാറ്റം നിങ്ങൾ പ്രദാനം ചെയ്യൂ, നിങ്ങൾക്ക് ലഭിക്കും സ്നേഹത്തിൻ്റെ ചൂടും സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ സന്തോഷവും അത്ഭുതകരമായ ആത്മീയമായ ചൈതന്യമുള്ളതായ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് തിരികെ കിട്ടും. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നന്മ കൊടുക്കാൻ നാം പരിശീലിക്കൂ. ഞാൻ മറ്റൊന്ന് വായിച്ചു, നന്മ കൊടുത്തതിന് നന്മ പ്രതിഫലം കിട്ടിയ കാര്യം. നിങ്ങൾ പക്ഷേ വായിച്ചു കാണും, നിങ്ങൾ പക്ഷേ അത് അറിഞ്ഞും കാണും. എന്താണെന്നോ, ഒരു കൊച്ചുകുട്ടി, അവന് പഠിക്കണമെന്നുണ്ട്, നല്ലപോലെ പഠിക്കാൻ ഉത്സാഹമുണ്ട്, പക്ഷേ പഠിക്കാൻ പണമില്ല. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പഠിക്കണമെന്നുണ്ട്, പക്ഷേ പഠിക്കാൻ പണമില്ല. അവൻ അതിന് ഒരു ചെറിയ തൊഴിൽ കണ്ടുപിടിച്ചു. സ്കൂളിൽ പോകുമ്പോൾ അവൻ ഹോൾസെയിൽ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. കടം കിട്ടും. ആ സാധനങ്ങൾ അവൻ വീട് തോറും കയറി അത് വിൽക്കും. ചെറിയ തുച്ഛമായ ലാഭം കിട്ടും. അതുകൊണ്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നല്ല ഉത്സാഹിയായ, നല്ല അധ്വാനശീലമുള്ളൊരു പാവപ്പെട്ട കൊച്ചുകുട്ടി. അവനങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ വിറ്റ് വരുമ്പോൾ ഒരു ദിവസം നല്ലപോലെ വിശക്കുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല. ഒരു വീട്ടിൽ കടന്നു ചെന്നു. ആദ്യം അവിടെ വീടിൻ്റെ വാതിൽ തുറന്നിറങ്ങി വന്ന ആ സ്ത്രീയോട് അവൻ പറഞ്ഞു, എനിക്ക് ഒരല്പം വെള്ളം തരാമോ? അവനെ കണ്ടപ്പോൾ ആ സ്ത്രീക്കൊരു സഹതാപം. വെള്ളമാണ് അവൻ ചോദിച്ചത്. പക്ഷേ ആ കൊച്ചനെ കണ്ടപ്പോൾ ആ സ്ത്രീക്കൊരു സഹതാപം, ഒരു വാത്സല്യം. നല്ല ക്ഷീണം, ഇന്നലെ അത്താഴം പോലും കഴിച്ച് കാണുകയില്ലെന്നൊരു തോന്നൽ. അവനൊരു വലിയ ഗ്ലാസ് നിറയെ പാല്.
അത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വിറയ്ക്കുന്ന കയ്യോടെ ആ പാല് അവൻ ആർത്തിയോടെ കുടിച്ചു. ആ വിറയ്ക്കുന്ന കയ്യോടെ പാല് വാങ്ങിയിട്ട് ആർത്തിയോടെ കുടിച്ചു. പ്രിയപ്പെട്ടവരെ, അവനത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നുകൊള്ളട്ടെ, ഇത് ഞാൻ എന്താ പേ ചെയ്യേണ്ടത്, ഞാൻ ഇതിനെന്താ തരേണ്ടത്? മോനെ, അതെ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഉപകാരം ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങരുതെന്നാണ്. അവൻ അത്ഭുതപ്പെട്ടു. അതിശയത്തോടെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, നന്ദിയുണ്ട്. അവൻ പിന്നെ മുന്നോട്ട് പോയി. കാലങ്ങൾ മുന്നോട്ട് പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഈ പയ്യൻ വളർന്നു. അവൻ നല്ലപോലെ പഠിച്ചു. അവൻ മിടുക്കനായി. വളരെ പ്രശസ്തനായ സൂപ്പർ സ്പെഷ്യാലിറ്റി പരിശീലിച്ച വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറായി മാറി. ഡോക്ടർ ഹോവാർഡ് കെല്ലി, പ്രസിദ്ധനായ ഡോക്ടർ ഹോവാർഡ് കെല്ലി. ഈ ഡോക്ടർ വളരെ പ്രശസ്തമായ രീതിയിൽ ശുശ്രൂഷ നിർവഹിച്ച് ചികിത്സാരംഗത്ത് പ്രശോഭിക്കുന്ന കാലത്ത് ഒരു ദിവസം അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതിൻ്റെ ആ നഗരത്തിൽ തന്നെയുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നിരിക്കുന്നു, ഒരു സ്ത്രീ. ആ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഫർദർ ഒപ്പീനിയന് വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങൾ നോക്കിയിട്ട് രോഗം പിടികിട്ടുന്നില്ല, ഞങ്ങൾ ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല, ഒന്ന് വരാമോ, ഞങ്ങളൊന്ന് സഹായിക്കാമോ? നല്ലത്. അദ്ദേഹം ചെന്നപ്പോൾ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഒരു സംശയം. ചോദിച്ചു, എവിടെ നിന്നാണ് വന്നത്? ഇന്ന നഗരത്തിൽ നിന്നാണ്, ഇന്ന സിറ്റിയിൽ നിന്നാണ്. ഉടനെ മനസ്സിലായി, അന്ന് ആ ഒരു ഗ്ലാസ് പാല് നിറയെ എടുത്ത് തന്ന, ആ സൗജന്യ സ്നേഹം പ്രദർശിപ്പിച്ച ആ നല്ല സ്ത്രീയാണ് ഈ മഹാരോഗം പിടിപെട്ട് വന്നിരിക്കുന്നത്. ഡോക്ടർ തീരുമാനിച്ചു, എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഹായം ചെയ്യണം. ആ ഡോക്ടർ വീട്ടിൽ പോയില്ല, സ്വന്തം ക്ലിനിക്കിലേക്ക് പോയില്ല. അവിടെ തന്നെ താമസിച്ച് ഈ രോഗിയെ നിരന്തരം നിരീക്ഷിച്ചും നിരന്തരം ചികിത്സിച്ചും കഠിനമായി അധ്വാനിച്ച് ഉറക്കളച്ചിരുന്ന് ഈ പാവം രോഗിക്ക് വേണ്ടി അധ്വാനിച്ചു. ഫലമോ, ആ പാവം രോഗി രക്ഷപ്പെട്ടു. നാളുകൾ ആ ഹോസ്പിറ്റലിൽ കടന്ന് വിദഗ്ധമായി ചികിത്സ ലഭിച്ച് ആ സ്ത്രീ രക്ഷപ്പെട്ടു. ആ സ്ത്രീ വിചാരിച്ചു, എന്തോ ബില്ല് വരും, വലിയൊരു ബില്ല്, വലിയൊരു തുകയായിരിക്കും, എവിടെ നിന്ന് കൊടുക്കും? ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടേണ്ട ദിവസമായി. ഓഫീസിൽ ബില്ല് അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ബില്ല് എനിക്കും തന്നേരെ. ഡോക്ടർ ബില്ല് വാങ്ങിച്ചിട്ട് അതിൻ്റെ അരികിൽ എന്തോ എഴുതി, 2-3 വാക്കുകൾ എഴുതി. ആ വാക്കുകൾ എഴുതിയിട്ട് ഈ ബില്ല് കൊടുത്തയച്ചു. ഈ സ്ത്രീ വിറയ്ക്കുന്ന കൈയോടെ ആ ബില്ല് വാങ്ങിയത്. എന്തോ ഒരു വലിയ തുകയായിരിക്കും, എൻ്റെ ദൈവമേ, എങ്ങനെ ഇത് കൊടുത്തു തീർക്കും? ഇങ്ങനെ ഭാരപ്പെട്ടാണ് ആ ബില്ല് വാങ്ങിയത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, പെയ്ഡ് ഫുള്ളി ഫോർ 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. മുഴുവൻ കൊടുത്തു തീർത്തിരിക്കുന്നു, മുഴുവൻ പേ ചെയ്തിരിക്കുന്നു ഒരു ഗ്ലാസ് പാലിന് വേണ്ടി. ആ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ വിതുമ്പിക്കരഞ്ഞു, ദൈവമേ നിനക്ക് സ്തോത്രം. ആ സ്ത്രീ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നന്മയ്ക്കും പ്രതിഫലമുണ്ട്. നന്മയും നമ്മുടെ പിറകെ വരും, നാം ചെയ്യുന്ന ഉപകാരങ്ങൾ നമ്മുടെ പിറകെ വരും. അഗതിയോട് നാം കരുണ കാണിച്ചാൽ അത് നമുക്ക് ദൈവം പ്രതിഫലം തരുന്നതിന് മുഖാന്തരമായി തീരും. പാവപ്പെട്ടവനെ നാം സഹായിച്ചാൽ, ദുഃഖിതനെ നാം ആശ്വസിപ്പിച്ചാൽ, വേദനിക്കുന്നവനെ അവൻ്റെ വേദന തണുപ്പിക്കുവാൻ നമ്മൾ ആവത് ചെയ്താൽ, തീർച്ചയായും ജീവനുള്ള ദൈവത്തിൻ്റെ കരുണ നമ്മെ പിന്തുടരും, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നന്മയ്ക്ക് നന്മ പ്രതിഫലമുണ്ട്, സംശയമില്ല. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നത്രേ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായത്തിൽ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നന്മ നാം ചെയ്താൽ നന്മ നമ്മുടെ പിറകെ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് ദാവീദ് ഒരിക്കൽ പാടിയതാണ്. എൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും. സ്നേഹിതരെ, ഞാൻ ഈ സമയത്ത് നിങ്ങളോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, നന്മ നിങ്ങളെ പിന്തുടരുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നന്മ നിങ്ങളുടെ പിറകെ വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് വരുംകാല തലമുറയ്ക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് കർത്താവേ, നന്മ പിന്തുടരത്തക്കവണ്ണം ഞാൻ നന്മയുടെ പ്രതീകമായി ഈ ലോകത്ത് ജീവിക്കും. ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കർത്താവായ യേശുവിനെ വഹിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ പ്രകാശം എന്നിൽ കൂടി പ്രശോഭിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കും. നന്മ എന്നിൽ നിന്ന് പ്രസരിക്കും, നന്മ മറ്റുള്ളവർക്ക് എന്നിൽ നിന്ന് ലഭിക്കും. നന്മയുടെ പ്രതീകമായി ഞാൻ കരുണയുള്ള കർത്താവിൻ്റെ ഒരു സത്യസാക്ഷിയായി ഈ ഭൂമുഖത്ത് നിൽക്കും. നമുക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കരുണയുള്ള കർത്താവേ, നന്മയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ കർത്താവേ. നന്മയുടെ പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിന്മ ഞങ്ങളെ പിന്തുടരാതെ നന്മ ഞങ്ങളെ പിന്തുടരത്തക്കവണ്ണം, നന്മയും കരുണയും വേണ്ടി ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും എന്ന് പറയത്തക്കവണ്ണം, നന്മ ഞങ്ങളുടെ പിറകെ വരത്തക്കവണ്ണം ജീവിക്കുവാനുള്ള പുതിയ തീരുമാനം ഞങ്ങൾ ഇതാ എടുക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി, സ്വർഗീയ രാജാതിരാജാവിനെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിന്റെ മനസ്സിലും സ്നേഹവും ധൈര്യമുള്ളവരായി ഓരോരുത്തരും നിൽക്കുന്നതിന് കൃപ നൽകണമേ. ആരെയും വേദനിപ്പിക്കാതെ, ആരുടെയും ഹൃദയത്തിൽ നൊമ്പരം കൊടുക്കാതെ, സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായി ഓരോരുത്തരും പ്രശോഭിക്കാൻ ഇടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമീൻ.